നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, നിങ്ങൾ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. ഒരുപക്ഷെ അത് ജോലിസ്ഥലത്തെ വെല്ലുവിളിയാകാം, ബുദ്ധിമുട്ടുള്ള ഒരു ബന്ധമാകാം, അല്ലെങ്കിൽ അത്ര മികച്ചതല്ലാത്ത കുറച്ച് ദിവസങ്ങളാവാം. നിങ്ങളുടെ ഊർജ്ജം കുറയുന്നതായും മാനസികാവസ്ഥ താഴുന്നതായും പ്രചോദനം മങ്ങുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. നമ്മളെല്ലാവരും ആ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ, അല്ലേ? എന്നാൽ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങളുടെ വൈബ്രേഷൻ, ഊർജ്ജനില തൽക്ഷണമുയർത്താൻ നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളുടെ ഊർജ്ജം മാറ്റിയെടുക്കാനും പോസിറ്റിവിറ്റി വീണ്ടെടുക്കാനും ജീവിതത്തിലെ വെല്ലുവിളികളെ സൗമ്യതയോടും അതിജീവനശേഷിയോടും കൂടി നേരിടാനും സഹായിക്കുന്ന പ്രായോഗികവും ശക്തവുമായ വഴികൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കും. ജീവിതം നിങ്ങൾക്ക് എന്ത് നൽകിയാലും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തി തിളങ്ങി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ വൈബ്രേഷണൽ നില മനസ്സിലാക്കുക. വൈബ്രേഷൻ ഉയർത്തുന്നതിന്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ വൈബ്രേഷണൽ നിലയെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത് അല്പം അമൂർത്തമായി തോന്നാമെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വൈബ്രേഷണൽ നില എന്നത് നിങ്ങൾ ഓരോ നിമിഷവും പുറത്തുവിടുന്ന ഊർജ്ജത്തിന്റെ ഫ്രീക്വൻസിയാണ്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, മൊത്തത്തിലുള്ള അവസ്ഥ എന്നിവയുടെ ആകത്തുകയാണത്. അപ്പോൾ നിങ്ങളൊരു താഴ്ന്ന വൈബ്രേഷണൽ നിലയിലാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ചില വ്യക്തമായ ലക്ഷണങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ നിഷേധാത്മക ചിന്തകളിൽ മുങ്ങിപ്പോയതായി തോന്നാം. നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, കാര്യങ്ങൾ ഒരിക്കലും മെച്ചപ്പെടില്ല, ലോകം നിങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറയുന്ന ആ ശല്യപ്പെടുത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങൾ. ഈ ചിന്തകൾ ഊർജ്ജം വറ്റിക്കുന്നവയാണ്. താഴ്ന്ന വൈബ്രേഷണൽ നിലയുടെ മറ്റൊരു സൂചനയാണ് പൊതുവായ മന്ദത. നിങ്ങൾക്ക് ക്ഷീണം, പ്രചോദനമില്ലായ്മ, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു തോന്നൽ എന്നിവ ഉണ്ടാകാം. ജീവിതത്തോടുള്ള നിങ്ങളുടെ താൽപ്പര്യം ചോർന്നുപോയതുപോലെയാണിത്. എന്നാൽ ഇതാണ് ശ്രദ്ധേയമായ കാര്യം. നിങ്ങളുടെ വൈബ്രേഷണൽ നില വെറുമൊരു കേട്ടറിവുള്ള ആശയമല്ല. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ അതിന് ആഴമായ സ്വാധീനമുണ്ട്. സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങളൊരു താഴ്ന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള അനുഭവങ്ങളെ നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും. കൂടുതൽ വെല്ലുവിളികൾ, കൂടുതൽ നെഗറ്റിവിറ്റി, നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുമ്പോൾ മാന്ത്രികമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങൾ കൂടുതൽ നല്ല അനുഭവങ്ങൾ, കൂടുതൽ അവസരങ്ങൾ, ജീവിതം മനോഹരമാക്കുന്ന കൂടുതൽ നല്ല കാര്യങ്ങൾ എന്നിവ ആകർഷിക്കാൻ തുടങ്ങും. നിങ്ങൾ അത്ഭുതങ്ങൾക്കായുള്ള ഒരു കാന്തമായി മാറുന്നു. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷണൽ നില എങ്ങനെ മാറ്റാൻ തുടങ്ങും? ആദ്യപടി ലളിതമാണ്: അവബോധം. നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും ശ്രദ്ധ നൽകുക. നെഗറ്റിവിറ്റിയിൽ കുടുങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയും ശ്രദ്ധ തിരിച്ചുവിടാൻ ബോധപൂർവം തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഇതിനൊരു ശക്തമായ മാർഗമിതാണ്: ഇപ്പോൾ എനിക്ക് നന്ദിയുള്ള ഒരു ചെറിയ കാര്യം എന്താണ് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അത് ചർമ്മത്തിലെ സൂര്യന്റെ ചൂടാകാം, പ്രിയപ്പെട്ട ഒരാളുടെ പുഞ്ചിരിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്നു എന്ന വസ്തുതയാകാം. കൃതജ്ഞതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾക്ക് തൽക്ഷണം ഉയർത്താൻ തുടങ്ങാം. ഓർക്കുക, ഇത് നിങ്ങളുടെ വെല്ലുവിളികളെ നിഷേധിക്കാനോ എല്ലാം തികഞ്ഞതായി നടിക്കാനോ ഉള്ള ശ്രമമല്ല. മറിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾക്കിടയിലും എല്ലായ്പ്പോഴും പ്രകാശത്തിന്റെ ചില തിളക്കങ്ങളുണ്ടെന്ന് തിരിച്ചറിയാനും എന്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുമുള്ള ശ്രമമാണ്. കൃതജ്ഞത, തൽക്ഷണ വൈബ്രേഷൻ ബൂസ്റ്റർ. നമ്മൾ വൈബ്രേഷണൽ നില മനസ്സിലാക്കി അടിസ്ഥാനമിട്ട സ്ഥിതിക്ക് അത് തൽക്ഷണം ഉയർത്താനുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്ന് നമുക്ക് പരിശോധിക്കാം: കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞത എന്നത് പരിശീലിക്കാൻ നല്ലൊരു കാര്യമായി പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അതതിനേക്കാൾ വലുതാണ്. അത് വൈബ്രേഷണൽ തലത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുന്ന ഒന്നാണ്. നിങ്ങൾ കൃതജ്ഞതയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഭയം, ദേഷ്യം, നിരാശ തുടങ്ങിയ താഴ്ന്ന വൈബ്രേഷണൽ വികാരങ്ങളെ ഒരേ സമയം മനസ്സിൽ കൊണ്ടു നടക്കാൻ അസാധ്യമാണ്. കൃതജ്ഞത, അതിന്റെ മാന്ത്രികം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നന്ദിയുള്ളതെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പോസിറ്റീവായവ കണ്ടെത്താൻ നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ്. ഹേയ്, ഇവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കതിൽ ശ്രദ്ധിക്കാം എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വികസിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടമാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ കൃതജ്ഞതയുടെ വിത്തുകൾക്ക് വെള്ളം നൽകുമ്പോൾ ആ സസ്യങ്ങളാണ് വളരുന്നത്. നിങ്ങൾ നിഷേധാത്മകതയുടെ കളകൾക്ക് വെള്ളം നൽകിയാലോ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. കളകൾക്കിടയിലും പൂക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൃതജ്ഞത നിങ്ങളെ സഹായിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ പോലും നിങ്ങൾക്കെങ്ങനെ കൂടുതൽ കൃതജ്ഞത വളർത്താൻ കഴിയും? ലളിതവും എന്നാൽ അഗാധവുമായ ഒരു പരിശീലനമാണ് കൃതജ്ഞത ഡയറി സൂക്ഷിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ള 3-5 കാര്യങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ ആരോഗ്യം, പ്രിയപ്പെട്ടവർ, ഒരു രുചികരമായ ഭക്ഷണം, അല്ലെങ്കിൽ ഒരു മനോഹരമായ സൂര്യാസ്തമയം പോലുള്ള വലിയ കാര്യങ്ങളോ ചെറിയ കാര്യങ്ങളോ ആകാം. എഴുതുമ്പോൾ ആ കൃതജ്ഞത ശരിക്കും അനുഭവിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾ മറ്റുള്ളവരോട് പ്രശംസ, അപ്രീഷിയേഷൻ പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ വൈബ്രേഷൻ ഉയർത്തുക മാത്രമല്ല, നിങ്ങളുടേതും ഉയർത്തുന്നു. ഇത് പോസിറ്റിവിറ്റിയുടെ മനോഹരമായ ഒരു അലയാണ്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ എങ്ങനെ നന്ദിയുള്ളവനായിരിക്കാൻ കഴിയും എന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഇവിടെയാണ് കൃതജ്ഞതയുടെ യഥാർത്ഥ ശക്തി തിളങ്ങുന്നത്. ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും എന്തിലെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. ഈ കഠിനമായ കാലഘട്ടത്തെ അതിജീവിച്ചതിന് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കാം.
അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെയോ പ്രിയപ്പെട്ടവരുടെയോ പിന്തുണയിൽ നന്ദിയുള്ളവനായിരിക്കാം. ഈ ചെറിയ കൃതജ്ഞതാ നിമിഷങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റാൻ തുടങ്ങുന്ന തീപ്പൊരിയാവാം. ഓർക്കുക, കൃതജ്ഞത എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനായി പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾക്കുള്ളതിനെ അഭിനന്ദിക്കുക എന്നതാണ്. ഞാൻ മതിയായവനാണ്, എന്റെ ജീവിതം മതിയായതാണ് ഇപ്പോഴിവിടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. മനസ്സ് സാന്നിധ്യവും മൈൻഡ്ഫുൾനെസ് ഇപ്പോഴത്തെ നിമിഷവും. നന്ദി എങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയെ പോസിറ്റീവിലേക്ക് മാറ്റിക്കൊണ്ട് വൈബ്രേഷനെ തൽക്ഷണം വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ മനസ്സ് സാന്നിധ്യം മൈൻഡ്ഫുൾനെസ് അതിനെ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കവകാശപ്പെട്ട ഒരേയൊരു നിമിഷമായ വർത്തമാന നിമിഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അത് കൊണ്ടുവരുന്നു. നമ്മൾ താഴ്ന്ന വൈബ്രേഷണൽ നിലയിലായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് കുടുങ്ങിക്കിടക്കുന്നത്. ഭൂതകാലത്തിലോ ഭാവിയെക്കുറിച്ചോ നമ്മൾ പഴയ തെറ്റുകളിലോ ദുഃഖങ്ങളിലോ കുടുങ്ങിക്കിടക്കാം, അല്ലെങ്കിൽ ഭാവിയിലെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് ആകാംക്ഷയുള്ളവരാകാം. ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ പൂർണ്ണമായും ഇവിടെയും ഇപ്പോഴുമല്ല. എന്നാൽ ഇതാണ് കാര്യം, വർത്തമാന നിമിഷത്തിലാണ് നിങ്ങളുടെ ശക്തി കുടികൊള്ളുന്നത്. ഒരു മാറ്റം വരുത്താനോ ഒരു ശ്വാസമെടുക്കാനോ ഒരു പുതിയ കാഴ്ചപ്പാട് തിരഞ്ഞെടുക്കാനോ കഴിയുന്ന ഒരേയൊരു സ്ഥലം അതാണ്. നിങ്ങൾ പൂർണ്ണമായി ഇപ്പോഴത്തെ നിമിഷത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഉള്ള ചിന്തകൾക്ക് അടിമപ്പെടുന്നില്ല. ഇവിടെയാണ് മനസ്സ് സാന്നിധ്യം കടന്നുവരുന്നത്. മനസ്സ് സാന്നിധ്യം എന്നത് ഒരു വിധിന്യായവുമില്ലാതെ വർത്തമാന നിമിഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന ഒരു പരിശീലനമാണ്. ചിന്തകളിലും വികാരങ്ങളിലും കുടുങ്ങിപ്പോകാതെ നിങ്ങളുടെ അനുഭവങ്ങളെ ഒരു നിരീക്ഷകനായി കാണുന്നതിനെക്കുറിച്ചാണ് ഇത്. ഏറ്റവും ലളിതവും ശക്തവുമായ മനസ്സ് സാന്നിധ്യ സാങ്കേതിക വിദ്യകളിലൊന്നാണ് ദൈർഘ്യമുള്ള ശ്വാസമെടുക്കുന്നത്. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ വർത്തമാന നിമിഷത്തിൽ നിലയുറപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെയുണ്ട്, അത് സാരമില്ല എന്ന് നിങ്ങളുടെ മനസ്സിനോടും ശരീരത്തോടും പറയുകയാണ്. ഒരു പൂവിനെ ശരിക്കും നോക്കുക, അതിന്റെ നിറങ്ങളും രൂപങ്ങളും ടെക്സ്ചറുകളും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു കഷണം ഭക്ഷണം ആസ്വദിക്കുക, അതിന്റെ രുചികളിലും വായിലെ അനുഭവത്തിലും ശ്രദ്ധിക്കുക. വർത്തമാന നിമിഷത്തിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ അനന്തമായ ചിന്തകളുടെ പ്രവാഹത്തിൽ നിന്ന് പുറത്തുവരികയും ഇവിടെയും ഇപ്പോഴത്തെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. മനസ്സ് സാന്നിധ്യം പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷണൽ നില സ്വാഭാവികമായി ഉയരാൻ തുടങ്ങും. കാരണം നിങ്ങൾ വർത്തമാനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഉള്ളതിനെ ചെറുക്കുന്നില്ല, യാഥാർത്ഥ്യത്തോട് നിങ്ങൾ പോരാടുന്നില്ല, നിങ്ങൾ ഇവിടെയായിരിക്കാൻ സ്വയം അനുവദിക്കുന്നു. ആ അംഗീകാരം ഒരു ശക്തമായ വൈബ്രേഷണൽ മാറ്റമാണ്. ചലനവും ശാരീരിക ഊർജ്ജവും കൃതജ്ഞതയും മനസ്സ് സാന്നിധ്യവും പോലുള്ള നമ്മുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥകൾ എങ്ങനെ നമ്മുടെ വൈബ്രേഷനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ നിങ്ങളുടെ ശാരീരിക ശരീരത്തിനും നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ വലിയ പങ്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വിഷാദത്തിലോ മന്ദഗതിയിലോ അല്ലെങ്കിൽ പൊതുവെ അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിലോ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എന്തു തോന്നുന്നു? ഭാരം, ക്ഷീണം, ചിലപ്പോൾ വേദന പോലും, അല്ലേ? മറുവശത്ത് നിങ്ങൾ സന്തോഷവാനോ ആവേശഭരിതനോ ഊർജ്ജസ്വലനോ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഭാരം കുറഞ്ഞതും ചലനാത്മകവും ജീവനുള്ളതുമായി തോന്നുന്നു. ഇതിന് കാരണം നിങ്ങളുടെ ശാരീരിക ഊർജ്ജം നിങ്ങളുടെ വൈബ്രേഷണൽ നിലയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഊർജ്ജം മാറ്റുകയാണ്. കെട്ടിക്കിടക്കുന്ന താഴ്ന്ന വൈബ്രേഷണൽ ഊർജ്ജത്തെ പുറത്തുവിടുകയും പുതിയ ഉയർന്ന വൈബ്രേഷണൽ ഊർജ്ജത്തിനൊഴുകാൻ ഇടം നൽകുകയും ചെയ്യുന്നു. ഇത് ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ വഴികളിലൊന്നാണ് വ്യായാമം. മണിക്കൂറുകളോളം ട്രെഡ്മില്ലിൽ ഓടുകയോ ഭാരം ഉയർത്തുകയോ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുകയും ഊർജ്ജം പ്രവഹിക്കുകയും ചെയ്യുന്ന എന്തും മതിയാകും. ഒരുപക്ഷെ നിങ്ങൾക്കായി അത് ശാന്തമായ ഒരു യോഗ പരിശീലനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീതം വെച്ച് നൃത്തം ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ആരും കാണുന്നില്ലെന്ന് കരുതി നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കരുതി നൃത്തം ചെയ്യുക. ഇത്തരത്തിലുള്ള സന്തോഷകരമായ ചലനം വളരെയധികം വിമോചിപ്പിക്കുകയും നിങ്ങളുടെ മാനസികാവസ്ഥയും വൈബ്രേഷനും തൽക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പുറത്തു നടക്കാൻ ഇഷ്ടമാണെങ്കിൽ പ്രകൃതിയിൽ നടക്കുക. പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾക്ക് നമ്മുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് ജീവനുള്ളതായി തോന്നുന്ന ഒരുതരം ചലനം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. നിങ്ങൾ സന്തോഷകരവും ആധികാരികവുമായ രീതിയിൽ ചലിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ സ്വാഭാവികമായും ഉയരുന്നു. നിങ്ങൾക്ക് വിഷാദമുണ്ടായിരിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കുക എന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും ഒടുവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നെനിക്കറിയാം. എന്നാൽ ഇതാണ് സത്യം, ചലനം വികാരത്തെ സൃഷ്ടിക്കുന്നു. ഇമോഷൻ ക്രിയേറ്റ്സ് മോഷൻ. ചിലപ്പോൾ ഒരു പുതിയ അനുഭൂതിയിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായി വരും. അതിനാൽ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും വെറും 5 മിനിറ്റ് ചലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് വെച്ച് റൂമിൽ നൃത്തം ചെയ്യുക. പലപ്പോഴും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജ്ജം മാറാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ പാത്രമാണ്. അത് നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഭൗതിക പ്രകടനമാണ്. നിങ്ങൾ അതിനെ പരിപാലിക്കുമ്പോൾ, സന്തോഷം നൽകുന്ന രീതിയിൽ ചലിപ്പിക്കുമ്പോൾ, കൂടുതൽ നല്ല വികാരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകാൻ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് ഒരു ശക്തമായ സന്ദേശം നിങ്ങൾ നൽകുകയാണ്. ഉയർന്ന വൈബ് സ്വാധീനങ്ങളാൽ സ്വയം വലയം ചെയ്യുക.
നിങ്ങളുടെ വൈബ്രേഷൻ തൽക്ഷണം ഉയർത്താനുള്ള നമ്മുടെ അന്വേഷണം തുടരുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷണൽ ലാൻഡ്സ്കേപ്പിന്റെ വലിയ ചിത്രം നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഉയർന്ന വൈബ്രേഷണൽ സ്വാധീനങ്ങളാൽ സ്വയം വലയം ചെയ്യേണ്ടതിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതിൽ വലിയ സത്യമുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ള വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും നിങ്ങളുടെ വൈബ്രേഷണൽ നിലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ നിരന്തരം നെഗറ്റീവായ പരാതി പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകളോടൊപ്പമാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഊർജം ചോർന്നു പോകുന്നതായി തോന്നുന്നു, അല്ലേ? മറുവശത്ത് നിങ്ങൾ പോസിറ്റീവായ ഉയർത്തുന്ന പിന്തുണയ്ക്കുന്ന ആളുകളോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഉയരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഉപഭോഗം ചെയ്യുന്ന മാധ്യമങ്ങൾ, നിങ്ങൾ വസിക്കുന്ന ഇടങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ്. നിങ്ങൾ നിരന്തരം വാർത്തകൾ കാണുകയോ സോഷ്യൽ മീഡിയയിലെ നാടകങ്ങൾ വായിക്കുകയോ വിഷലിപ്തമായ ചുറ്റുപാടുകളിൽ കഴിയുകയോ ചെയ്യുകയാണെങ്കിൽ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്താൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന സ്വാധീനങ്ങളെക്കുറിച്ച് കരുതലോടെയിരിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളാൽ സ്വയം വലയം ചെയ്യുക. പോസിറ്റിവിറ്റിയിലും വളർച്ചയിലും നല്ല ചിന്തകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്മ്യൂണിറ്റികൾ കണ്ടെത്തുക. മാധ്യമങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഉപഭോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. വാർത്തകളിലേക്കോ അലക്ഷ്യമായി സ്ക്രോൾ ചെയ്യുന്നതിലേക്കോ ശ്രദ്ധ പോകേണ്ടതിനുപകരം നിങ്ങളെ ഉയർത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഉള്ളടക്കം കണ്ടെത്തുക. നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും വികസിപ്പിക്കുന്ന പോഡ്കാസ്റ്റുകളോ പുസ്തകങ്ങളോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഭൗതിക പരിസ്ഥിതിയെക്കുറിച്ചും മറക്കരുത്. നിങ്ങളുടെ ഇടം നിങ്ങളുടെ ഊർജ്ജത്തിന്റെ പ്രതിഫലനമാണ്. അതിനാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഉയർന്ന വൈബ് സങ്കേതം സൃഷ്ടിക്കാൻ കുറച്ച് സമയമെടുക്കുക. അലങ്കോലങ്ങൾ ഒഴിവാക്കുക. ചില ചെടികളോ പ്രചോദനാത്മകമായ കലാസൃഷ്ടികളോ ചേർക്കുക. അല്ലെങ്കിൽ ധ്യാനത്തിനോ ജേണലിങ്ങിനോ വേണ്ടി ഒരു സുഖകരമായ ഇടം സൃഷ്ടിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാഥമിക സ്വാധീനങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കടന്നുപോകേണ്ടി വരുന്ന ഏതൊരു താഴ്ന്ന ചിന്തയുടെ കൊടുങ്കാറ്റിനെയും നേരിടാൻ സഹായിക്കുന്ന പോസിറ്റിവിറ്റിയുടെ ഒരു ഉറച്ച അടിത്തറ നിങ്ങൾ സൃഷ്ടിക്കുന്നു. ദൃശ്യവൽക്കരണത്തിന്റെയും വിഷ്വലൈസേഷൻ സ്ഥിരീകരണങ്ങളുടെയും അഫർമേഷൻസ് ശക്തി. ആദ്യം ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ വ്യക്തമായ ഒരു മാനസിക ചിത്രം സൃഷ്ടിക്കുന്ന ഒരു പരിശീലനമാണിത്. ഇതൊരു ലക്ഷ്യബോധമുള്ള പകൽക്കിനാവ് പോലെയാണ്. നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു മാനസിക രൂപരേഖ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭാവനയുടെ ശക്തിയെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ പോകുന്നത് ഇവിടേക്കാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ്. ഇതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ മനസ്സിൽ സജീവമായി സങ്കല്പിക്കുന്നതെന്താണെന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതെന്താണെന്നും നിങ്ങളുടെ മനസ്സ് വേർതിരിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ നല്ല അനുഭവങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ അത് ശരിക്കും സംഭവിക്കുന്നതുപോലെ നിങ്ങളുടെ ശരീരവും വികാരങ്ങളും പ്രതികരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഇത് പരീക്ഷിക്കാം? നിശബ്ദമായ ഒരിടം കണ്ടെത്തുക. കണ്ണുകളടച്ച് കുറച്ച് ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായ അനുഭവം നൽകുന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു മാനസിക ചിത്രം സൃഷ്ടിക്കാൻ തുടങ്ങുക. അത് ഒരു ലക്ഷ്യം നേടുന്നതോ മനോഹരമായ ഒരു അനുഭവമോ അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതോ ആകാം. ചിത്രം കഴിയുന്നത്ര വ്യക്തമാക്കുക. നിറങ്ങൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, വികാരങ്ങൾ അനുഭവിക്കുക. ഈ പോസിറ്റീവ് മാനസിക സിനിമയിൽ മുഴുകാൻ സ്വയം അനുവദിക്കുക. നിങ്ങൾ ദൃശ്യവൽക്കരണം കൂടുതൽ പരിശീലിക്കുമ്പോൾ പോസിറ്റീവായ ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് പ്രതീക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭാവനയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ഉയർന്ന വൈബ് അനുഭവങ്ങളുടെ വിത്തുകൾ നിങ്ങൾ നടുകയാണ്. ഇനി സ്ഥിരീകരണങ്ങൾ, അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സത്യത്തെയോ അനുഭവത്തെയോ ഉറപ്പിക്കാൻ നിങ്ങൾ സ്വയം ആവർത്തിക്കുന്ന പോസിറ്റീവായ പ്രസ്താവനകളാണിവ. അവ നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള ചെറിയ സ്നേഹ സന്ദേശങ്ങൾ പോലെയാണ്. സ്ഥിരീകരണങ്ങളുടെ ശക്തി അതിന്റെ ഉപബോധപരമായ വിശ്വാസങ്ങളെ പുനഃക്രമീകരിക്കാനുള്ള കഴിവിൽ കുടികൊള്ളുന്നു. ഞാൻ നല്ലവനല്ല, എനിക്കതിന് കഴിയില്ല, നല്ല കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് സംഭവിക്കില്ല തുടങ്ങിയ നിഷേധാത്മകമായ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ഈ വിശ്വാസങ്ങൾ നമ്മുടെ ബോധപൂർവമായ അറിവില്ലാതെ പ്രവർത്തിക്കുന്നത് നമ്മുടെ വൈബ്രേഷനെ താഴ്ത്തും. സ്ഥിരീകരണങ്ങൾ ഈ നെഗറ്റീവ് വിശ്വാസങ്ങളെ പോസിറ്റീവും ശാക്തീകരണവുമായവ ഉപയോഗിച്ച് ചെറുക്കാനുള്ള ഒരു മാർഗമാണ്. ഉയർന്ന വൈബ് സ്ഥിരീകരണങ്ങളുടെ ചില ഉദാഹരണങ്ങളിതാ. സ്നേഹത്തിനും വിജയത്തിനും സമൃദ്ധിക്കും ഞാൻ യോഗ്യനാണ്. എന്നെ തേടി വരുന്ന എന്തിനേയും കൈകാര്യം ചെയ്യാനുള്ള എന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. എന്നിലും മറ്റുള്ളവരിലുമുള്ള നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ സ്ഥിരീകരണങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവ പോസിറ്റീവായതും വർത്തമാനകാലത്തിലുള്ളതും വ്യക്തിഗതമായതുമാണെന്ന് ഉറപ്പാക്കുക. അവ ഇതിനകം സത്യമാണെന്ന് കരുതി പ്രസ്താവിക്കുക. നിങ്ങൾക്ക് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും. ഏറ്റവും പ്രധാനമായി അവയിൽ വികാരം നിറയ്ക്കുക. സ്ഥിരീകരണങ്ങളും ദൃശ്യവൽക്കരണവും നിങ്ങളുടെ മനസ്സിനും ആത്മാവിനുമുള്ള വ്യായാമം പോലെയാണ്. നിങ്ങൾ എത്രത്തോളം പരിശീലിക്കുന്നുവോ നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷണൽ നില അത്രത്തോളം ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായി മാറുന്നു. ദയയും സേവനവും വൈബ്രേഷൻ തൽക്ഷണം ഉയർത്താനുള്ള നമ്മുടെ യാത്രയുടെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ
ഏറ്റവും ആഴത്തിലുള്ളതും പരിവർത്തനപരവുമായ ഒരു പരിശീലനം നമുക്ക് പരിശോധിക്കാം: ദയയുടെയും സേവനത്തിന്റെയും പ്രവൃത്തികൾ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളിൽ നിന്നും നമ്മുടെ സ്വന്തം ആശങ്കകളിൽ നിന്നും പുറത്തുവരുന്നു. ഞാൻ എന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതിൽ അവിശ്വസനീയമായ ഒരു മോചനവും ഉയർച്ചയുമുണ്ട്. നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ദയയുള്ള ഒരു കാര്യം ചെയ്ത അവസാന നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു സുഹൃത്തിനെ സഹായിച്ചതോ, ഒരു പ്രാദേശിക ചാരിറ്റിക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തിയതോ, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരാൾക്ക് കേൾക്കാൻ കാതുകൊടുത്തതോ ആകാമത്. അതിനുശേഷം നിങ്ങൾക്ക് എന്തു തോന്നി? ഊഷ്മളത, ബന്ധം, ലക്ഷ്യബോധം എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കാം. ഇതിന് കാരണം ദയയുടെയും സേവനത്തിന്റെയും പ്രവൃത്തികൾ വൈബ്രേഷണൽ സൂപ്പർ ഹീറോ കേപ്പുകൾ പോലെയാണ്. നമ്മൾ അവ ധരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മൾ ദയ പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ വൈബ്രേഷന് മാത്രമല്ല, ദയ സ്വീകരിക്കുന്ന വ്യക്തിയുടെ വൈബ്രേഷനും ഗുണം ചെയ്യും. നമ്മൾ പുറത്തേക്ക് അയക്കുന്നത് 10 മടങ്ങ് നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു. ഇതൊരു വൈബ്രേഷണൽ ബൂമറാങ് പോലെയാണ്. ദയയുടെ പ്രവൃത്തികൾ വലിയ കാര്യങ്ങളാകേണ്ടതില്ല. പലപ്പോഴും ചെറിയ ദൈനംദിന പ്രവൃത്തികളാണ് ഏറ്റവും അഗാധമായ സ്വാധീനം ചെലുത്തുന്നത്. ചില ആശയങ്ങളിതാ: ഒരു അപരിചിതനോട് ആത്മാർത്ഥമായ അഭിനന്ദനം പറയുക. വരിയിൽ നിൽക്കുമ്പോൾ ഒരാളെ മുന്നോട്ട് കടത്തിവിടുക. ഒരു റെസ്റ്റോറന്റിൽ നിങ്ങളുടെ സേവകന് സാധാരണയേക്കാൾ കൂടുതൽ ടിപ്പ് നൽകുക. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ ഒരു സുഹൃത്തിന് സന്ദേശം അയയ്ക്കുക. നടക്കുന്നതിനിടയിൽ പരിസരത്ത് കാണുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുക. നിങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഇത് ന്യായമായ ആശങ്കയാണ്. സ്വയം പരിപാലനവും സ്വയം അനുകമ്പയും പ്രധാനമാണെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതാണ് മനോഹരമായ വൈരുദ്ധ്യം: നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മൾക്ക് വേണ്ടിയും നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദിവസത്തിലൂടെ കടന്നുപോകുമ്പോൾ എല്ലായിടത്തും ദയ വിതറാനുള്ള അവസരങ്ങൾക്കായി നോക്കുക. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു സേവനമെങ്കിലും ചെയ്യാൻ നിങ്ങളെ തന്നെ വെല്ലുവിളിക്കുക. അതിന്റെ ഫലമായി നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ മാറുന്നു എന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക എന്നത് നല്ല അനുഭവം നേടുന്നതിനെക്കുറിച്ചുള്ളത് മാത്രമല്ല, അത് ലോകത്ത് നന്മയ്ക്കുള്ള ഒരു ശക്തിയായി മാറുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ ഉയർത്തുമ്പോൾ മറ്റുള്ളവരെ ഉയർത്തുന്നതിനെക്കുറിച്ചാണ്. ദയയുടെയും സേവനത്തിന്റെയും ലളിതവും ഹൃദയംഗമവുമായ പ്രവൃത്തികളേക്കാൾ ശക്തമായ മറ്റൊരു മാർഗമില്ല. നമ്മൾ നിങ്ങളുടെ വൈബ്രേഷൻ തൽക്ഷണം ഉയർത്താനുള്ള ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ ഓരോ നിമിഷവും നിങ്ങളുടെ ഊർജം തിരഞ്ഞെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് ഓർക്കുക. അത് കൃതജ്ഞത, മനസ്സ് സാന്നിധ്യം, ചലനം, പോസിറ്റീവ് സ്വാധീനങ്ങൾ, ശാക്തീകരിക്കുന്ന ചിന്തകൾ, അല്ലെങ്കിൽ ദയയുടെ പ്രവൃത്തികൾ എന്നിവയിലൂടെയാകട്ടെ. നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുമുള്ള ഉപകരണങ്ങൾ നിങ്ങളുടെ പക്കലുണ്ട്. ഈ ഉയർന്ന വൈബ്രേഷണൽ തന്ത്രങ്ങൾ പരിശീലിക്കുന്നത് തുടരുക. ജീവിതത്തിലെ വെല്ലുവിളികളെ സൗമ്യതയോടും അതിജീവനശേഷിയോടും കൂടി നേരിടാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങളുടെ കയ്യൊപ്പാണ്. നിങ്ങൾ തിളങ്ങാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം പാത മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ പാതകളും നിങ്ങൾ പ്രകാശിപ്പിക്കുന്നു.